ഒന്ന് എന്നോടൊപ്പം വരില്ല? വരില്ല. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഈ കൊലച്ചതയ്ക്ക് ഞാൻ കോക്കയിലടിച്ച് തിരിച്ചെത്തും. രാത്രി കൃത്യം 8 മണിക്ക്. അതിനു മുമ്പ് നീ ഈ സ്ഥലം വിട്ടിരിക്കണം. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ നാട്ടിൽ നിന്നും. ഇല്ലെങ്കിൽ ഈ ഗണപതി ആരാണെന്ന് നീ അറിയണം. അറിയാതിരിക്കുന്ന ഒരു പെൺബ്രോക്കർ. ബ്രോക്കർ നിന്റെ തന്ത. നിന്നെ ഇവിടെ കണ്ടുപോരുത്. ഇതൊരു സാമ്പിൾ മാത്രം. സമ്പൂർണ്ണ വിവാഹോ നഹി. ഞാൻ മറ്റേ കൊന്നുകളെ എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേക്കാം. തല്ലാൻ ഞാനാണ് ആജ്ഞാപിച്ചത്. ഞാൻ ആരാണെന്നറിയുമോ? തല്ല് കോൺട്രാക്ടറാണോ? അല്ല, മണ്ണൂര് മാധവമേനോൻ, സതീന്ദ്രന്റെ അച്ഛൻ. സതീന്ദ്രന്റെ അച്ഛനോ? അതെ. ഒരു ദുർബല നിമിഷത്തിൽ അടുക്കളക്കാരിയോട് എനിക്ക് തോന്നിയ ഒരു മമത, അതാണ് സതീന്ദ്രൻ. വണ്ടർഫുൾ. വെളിച്ചത്ത് എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. അതാണ് എന്റെ ദുർവിധി. മാലക്കണ്ണാണോ? മാലയുമല്ല, കമ്മലുമല്ല. പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിടികിട്ടാ പുള്ളി. 4 പേരെ കൊന്ന കൊലയാളി. എന്റെ ജീവിതം എന്നും ഒളിവിലാണ്. ഇന്നലെ അവൻ എന്നെ വന്ന് കണ്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനാണച്ചാ എന്നെ ജനിപ്പിച്ചതെന്ന്. എന്റെ മോന്റെ മുന്നിൽ തല കുനിച്ചു നിന്നല്ലാതെ ഒരക്ഷരം ഉരിയാടാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനെ പോലെ തന്നെ മുടന്തനായ മറ്റൊരു ജാരസന്തതി കൂടി എനിക്കുണ്ട്. ആ ഞൊണ്ടിയെ ഞാൻ കണ്ടു. ഞാൻ അവനെ കണ്ടിട്ടേയില്ല. പിന്നെ മുടം തൊണ്ടെന്ന് പറഞ്ഞതോ? അവന്റെ തള്ള പറഞ്ഞു. ആഹാ, അവളും മുടന്തിയ. അയ്യോ, മുടന്തിയോട് എനിക്ക് തോന്നിയ ഒരു മമത, അതാണ് യതീന്ദ്രൻ. അതും വണ്ടർഫുൾ. 2 ജാരസന്തതികളിൽ എന്തുകൊണ്ടും യോഗ്യനാണ് എന്റെ സതീന്ദ്രൻ. അവന്റെ മനസ്സൊന്നു നൊന്താൽ നോവില്ല. ഒരിറ്റ് കണ്ണുനീര് വീണാൽ വീഴില്ല. വീഴില്ല. ശരി, ഒരു പ്രധാന കാര്യം കൂടി. ഈ നാട്ടിലെ നമ്പർ 1 ബ്രോക്കറാണല്ലോ താൻ. ബ്രോക്കറോ?